മാഡം ഞാൻ 15 ദിവസത്തെ ലീവിന് വന്നതാ. അതിനിപ്പോ ഞാൻ എന്ത് വേണം? ഞാൻ അബുദാബിയിലായിരുന്നു. 15 ദിവസത്തെ ലീവിന് ഇങ്ങോട്ട് വന്നതാ. ഓഫീസ് കാണാൻ വേണ്ടി വന്നാണോ? ഇരുന്നോ. കയ്യിലിരിക്കുന്ന കാശൊക്കെ ചെലവാക്കിയിട്ടും കാര്യം നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇറച്ചിക്കടയ്ക്ക് ലൈസൻസും എടുത്ത് ഒരു കടയും വാടകയ്ക്ക് എടുത്ത് അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയാൽ കടലാസ് നീങ്ങില്ല. ഈ കടലാസ് നീങ്ങാതെ പോത്തിനെ വെട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇറച്ചി കേട്ടോ? ആ എനിക്ക് ഇറച്ചി കടയൊന്നുമില്ല. പിന്നെ എന്തിന്റെ കടലാസാ? ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഏതാണ്? മാഡം ഞാൻ 2 വീട് വെച്ചു. 2 വീടിനും കറണ്ട് കിട്ടിയിട്ടില്ല. കറണ്ട് കിട്ടണമെങ്കിൽ കെട്ടിടത്തിന്റെ കരം അടയ്ക്കണം. ഞാൻ അടയ്ക്കണോ? അല്ല, ഞാൻ തന്നെ അടയ്ക്കണം. ആ എന്നാലേ ഇത് ആരോഗ്യ വിഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ ദാ അവിടെ പോയി ചോദിച്ചോ. സാറ് ഞാൻ 15 ദിവസത്തെ ലീവിന് അബുദാബിയിൽ നിന്ന് വന്നതാണ്. വരുന്ന വഴിയാണ്. വരുന്നിട്ട് 2 ദിവസമായി. ഇരിക്കും. എന്താ കാര്യം? എനിക്ക് 2 വീടുണ്ട്. അപ്പൊ അതിന്റെ കരമടച്ച് നമ്പർ മേടിക്കണം. അത് ശരി. ആ വരണം വരണം കോൺട്രാക്ട് സാറേ. ഒന്നെണീക്കൂ. വീടിന്റെ എണീക്കൂ. മാറി. എന്താ കാര്യം? എന്റെ സൂതൻ സാറേ, എത്ര ലക്ഷം രൂപ ഞാനിവിടെ അടച്ചിട്ടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പരസ്യത്തിന്റെ കരാർ എനിക്ക് തന്നെന്ന് സാറിന് അറിയാലോ. അതിനിപ്പോ എന്താ കുഴപ്പം? പരസ്യം എവിടെയെങ്കിലും ഇല്ലായ്മണ്ടോ? ഇനി എവിടെയെങ്കിലും ഫ്ലക്സ് വെക്കാണ്ടോ? ഫ്ലെക്സ് വെക്കാനല്ല, ഞാൻ കരാറെടുത്ത സ്ഥലത്ത് എന്റെ അനുവാദം ഇല്ലാതെ വേറൊരാൾ കൊണ്ടെന്ന് ബോർഡ് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ആലോചിക്കരുത്, വലിച്ചു കീറി കളയണം. എന്നിട്ട് വേണം അവരെന്നാ വലിച്ചു കീറാൻ. അതിപ്പോ ആരെയും പരസ്യം വെച്ച്? സാർ ഇതൊരു മൂലക്കുരു ഭേദപ്പെടുത്തി തരുമെന്നും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന് എന്റെ ഏരിയയിൽ മുഴുവൻ പരസ്യം വെച്ചേക്കാണ്. ആളെ വേണേ ഞാൻ വിട്ടുതരാം, സാറ് ഒന്ന് വലിച്ചു കീറി തരണം. എവിടെ പോയി സ്ഥലം? ഈ സ്ഥലം നമ്മുടെ കോഴിമൂലയില്ലേ? തെക്ക് കോഴിമൂല നമ്മുടെ അതിർത്തിയാണല്ലോ. അവിടെ അവര് പഞ്ചായത്തിന്റെ അതിർത്തിയാണെന്നും പറഞ്ഞ് അവിടുത്തെ ടാക്സ് അവര് പിടിക്കണ്. പകുതി ഭാഗം നമ്മുടെ ഭാഗത്തേക്കാ കയറി നിൽക്കണേന്നേ. സാറേ ഞാൻ അബുദാബിയിൽ നിന്ന് വന്നാണ്. വീടിന്റെ കരമടച്ച് എന്റെ നമ്പർ. കരത്തിന്റെ കാര്യം നിസാര കാര്യമല്ലേ? ഇവിടെ കോൺട്രാക്ടർ ആയിട്ട് വേറെ വിഷയം സംസാരിച്ചിരിക്കണം. കുറച്ചേരം നിൽക്കൂ. അപ്പൊ അവിടുത്തെ എവിടെയാണ് ഈ ബോർഡ് വെച്ചേക്കണവര്? നമ്മുടെ കോഴിമൂലയിൽ നിൽക്കുന്ന മാവില്ലേ സൂതൻ സാറേ, ആ മാവിലാണ് ഈ ബോർഡ് ഇരിക്കുന്നത്. അതിന്റെ 3/4% അപ്പുറത്തേക്ക് തള്ളി നിൽക്കണെന്നും പറഞ്ഞ അവരാണ് ആ ബോർഡിന്റെ ടാക്സ് പിരിക്കണത്. അല്ല, അങ്ങനെ വരാൻ വഴിയില്ല. മണ്ടോദരി മാഡം, നമ്മുടെ കോഴിമുക്കിലുള്ള മാവേ നമ്മുടെ അതിർത്തിയിലാണോ അതോ അപ്പുറത്തെ പഞ്ചായത്തിലാണോ പെടുന്ന? ആ മാപ്പ് നോക്കിട്ട് ഒന്ന് പറഞ്ഞത്. എന്റെ സാറേ, മാപ്പ് നോക്കിയാൽ മാവും പുളിയും ഒന്നും കാണില്ല. ഒരു കാര്യം ചെയ്യാം, ഈ കോൺട്രാക്ടറോട് നമുക്ക് അയാളുടെ നമ്പർ മേടിക്കാം. പാരിജാതന്റെ അടുത്ത ആളുടെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? എന്നിട്ട് അയാളെ നമുക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കാം. എന്നിട്ട് ഈ ഫ്ലെക്സിന്റെ മുകളിൽ പരസ്യം അടിച്ചതിന് 1000 രൂപ നഷ്ടപരിഹാരം അടപ്പിക്കാം അയാളെ കൊണ്ട്. പക്ഷെ അതൊക്കെ റെസീറ്റ് ആക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ? എന്നിട്ട് മാപ്പ് കൊടുത്ത് വിടാം. അയാൾക്കൊരു മാപ്പ്, ഒരു താക്കീത് കൊടുത്തു വിടാം അല്ലേ? പറഞ്ഞു. അപ്പോഴേ ഒന്നും പേടിക്കണ്ട, കോൺട്രാക്ടർ പോയിക്കോ. ഞാൻ ആ ഫ്ലക്സ് അവിടുന്ന് മാറ്റിച്ചോളാം കേട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല, തീരുമാനം ഉണ്ടായാൽ മതി. അതൊക്കെ സാറേ 15 ദിവസം ലീവ് അബുദാബി. എടോ, താൻ ആദ്യം ടൗൺ പ്ലാനറെ കണ്ടിട്ട് ഒക്യുപെന്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്ക്, എന്നാലേ കര അടയ്ക്കാൻ പറ്റൂ. അങ്ങോട്ട് ചെല്ലേ. അതാ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു. സാറേ 1000 രൂപ വാങ്ങിക്കും, 200 രൂപ കോൺട്രാക്ടർക്ക് കൊടുക്കും, ബാക്കി 800 രൂപ അവരെടുക്കും. ആര്? താനാരാ? എനിക്ക് 2 വീടുണ്ട്. ഞാൻ അബുദാബിയിൽ നിന്ന് വന്നതാണ് 15 ദിവസത്തെ ലീവിന്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എനിക്ക്. എടോ, താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. താൻ വന്ന കാര്യം പറയും. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് വേണം. എവിടെ തന്നെ ഡീറ്റെയിൽ എടുത്ത് നോക്കട്ടെ. ഓഹോ, ഇതിന്റെ ആള് താനാണല്ലേ? ഇത് ഞാൻ വന്ന് കണ്ടിരുന്നു. അപ്പൊ ഇതിലിപ്പോ ചെറിയ വീടിന്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തരാം, വലുത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ സാറേ, 2ഉം വേണം. എനിക്ക് 15 ദിവസത്തെ ലീവേ ഉള്ളൂ. അല്ലേ അങ്ങോട്ടേക്കുള്ള വിമാന ടിക്കറ്റ് ഞാൻ എടുക്കണം. എന്നാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കയറി പോവാൻ നോക്ക്. ഇതിപ്പോ ചെറുതിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം, അത് മേടിച്ച് റവന്യൂ ഇൻസ്പെക്ടർ സത്യശീല സാറിനെ കണ്ട് കരമടച്ച് പോവാൻ നോക്ക്.
ആ പക്ഷെ സാറിന്ന് ലീവാ. സാറേ ചെറിയ വീട് എനിക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ്. അത് പയ്യെ മതി. വലിയ വീട് അത് എത്രയും പെട്ടെന്ന് കിട്ടണം. കാര്യം അതിന്റെ കൃത്യസമയം നോക്കി പാല് കാച്ചി കയറി താമസിക്കാനുള്ളതാണ്. തന്റെ സൗകര്യാർത്ഥം പാല് കാച്ച് നടത്താൻ ഇതെന്താ സംബന്ധ വീടാണോ? അതല്ല. അതെ, തന്റെ ആ വലിയ വീടുണ്ടല്ലോ, അതിന്റെ ഹാള് കഴിഞ്ഞുള്ള റൈറ്റ് സൈഡിലുള്ള റൂമിന്റെ ഹൈറ്റും വെന്റിലേഷനും കറക്റ്റ് അല്ല. അവിടെ വെളിച്ചവും വായുവും കടക്കുന്നില്ല. വെളിച്ചമില്ലാത്തത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ജനൽ തുറന്നാൽ കാറ്റ് കിട്ടാത്തത് പടിഞ്ഞാറേ ഭാഗത്ത് വേറൊരു വീട് ഇപ്പുണ്ട്, അതുകൊണ്ട് കാറ്റും കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് ആ വീട് പൊളിച്ചു മാറ്റാനായിട്ട് ഒരു അപേക്ഷ കൊടുക്കാം. തന്റെ വീട്ടിലോട്ട് വായും വെളിച്ചം കിടക്കട്ടെ. കൊടുക്കുന്നോ? അത് വേണ്ട. റോഡിൽ നിന്ന് 3 മീറ്റർ പുറകോട്ട് തള്ളി വേണം വീട് പണിയാൻ. അങ്ങനെയാണോ പണിഞ്ഞിരിക്കുന്നത്? 3 അടി വെച്ചാൽ റോഡിലെത്തും, പിന്നെ എവിടെയായിട്ട് തള്ളും? തന്റെ വീടിന്റെ തെക്കും വടക്കും ഞാൻ അളന്നു. 1 മീറ്റർ വിട്ട് വേണം കെട്ടാൻ. അതിൽ വടക്ക് ഭാഗത്ത് 1 സെന്റിമീറ്റർ കുറവുണ്ട്. മാത്രമല്ല തെക്ക് ഭാഗത്താണെങ്കിൽ അടുത്ത വീടിന്റെ മതിലിനോട് ചേർത്താ കെട്ടിയിരിക്കുന്നേ. അതെന്റെ അളിയനാണ് സാറേ. ഞാൻ ഒന്ന് കേട്ടാ മരിക്കും. ഈ പ്രാവശ്യം വന്നപ്പോ ഞാൻ 3 ഫുള്ള് കൊടുത്തു. അതിന്റെ കെട്ടിറങ്ങുമ്പോൾ അളിയൻ പരാതിയായിട്ട് ഇങ്ങനെ വരും. സാറേ ഇതൊന്നും പൊളിക്കാതെ എനിക്ക് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് താ സാറേ. ഇതൊന്നും പൊളിക്കാതെ, ഒന്നും ഇളക്കാതെ, 15 ദിവസത്തെ ലീവ്. അതെ, ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ വിമാന ടിക്കറ്റ് സ്വന്തം ചെലവിൽ. അബുദാബി തിരുവനന്തപുരം വിമാന ടിക്കറ്റ് എത്ര രൂപ ചാർജ്? 15. അതിൽ ഞാനൊരു 5000 രൂപ കുറച്ച് തരാം. സാറിന് ട്രാവൽ ഏജൻസി ഉണ്ടാ? എടോ, ഒരു 10000 രൂപ താൻ കൊണ്ടുപോവാ. തന്റെ 2 വീടിന്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യമായോ? എത്ര? 10000 രൂപ കൊണ്ടുവരുമെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാം. അപ്പുറത്തെ 1000ന്റെ കണക്ക് താൻ നന്നായിട്ട് കേട്ടല്ലോ. തന്നോട് പറഞ്ഞ 10000ന്റെ കണക്ക് തനിക്ക് മനസ്സിലായില്ല അല്ലേ? സാറേ കരമടയ്ക്കാൻ വേണ്ടി വന്നാണ്. ഇരിക്കും. ഇതിപ്പോ പ്ലാൻ കണ്ടാലേ നമുക്കറിയാം എന്ത് കരം വരുമെന്ന്. ലക്ഷണശാസ്ത്രം എന്ന് പറയും. സാറ് കാണാത്തത് എന്റെ ഭാവനയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സാർ പറയണം. അഭിപ്രായമൊക്കെ കാണുമല്ലോ, പറയൂ. ഇതിന്റെ ഫ്രണ്ടില് ഒരു ഔട്ട് ഹൗസ് വരണുണ്ട്. ഓ, അത് വാടകയ്ക്ക് കൊടുക്കാനല്ല. അല്ല, കൊടുക്കാലോ. വേണ്ട, കൊടുത്തോളൂ. ഇല്ല ഇല്ല ഇല്ല. അത് ഞങ്ങൾ പണിയുന്നെന്ന് പറഞ്ഞാ ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇടയ്ക്കൊന്ന് അങ്ങോട്ട് പോയി ഇടയ്ക്ക് പോവാനും പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ സുഹൃത്തുക്കളൊത്ത് മദ്യപിക്കാൻ, അങ്ങനെ അതിനൊക്കെ വേണ്ടിട്ടോ. മനസ്സിലായി. ഔട്ട് ഹൗസ്. ശരി ശരി. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പം ഈ നടുക്കായിട്ട് ഒരു കുളം. അല്ല, പിന്നെ അത് ഞാൻ പറയൂല. പറയില്ല. അത് ഞാൻ അബുദാബിയിൽ ഒരിടത്ത് കണ്ട ഒരു സാധനമാണ്. അത് പറയൂ. അത് പറയില്ല. ശരി, വേണ്ട, വിട്ടു. സാറിനെ പണിത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരും, അപ്പൊ കണ്ടാ മതി. ഓക്കെ. അടുത്തത് ഇനി ഇവന്റെ അപ്പുറത്ത്, അങ്ങനെ ഇവിടുന്ന് ഇതിന്റെ അപ്പുറത്ത് ചെറിയ ശരി. ഇങ്ങനെ. അപ്പോ നമുക്ക് കൂട്ടി തുടങ്ങാം. 1500 × 15 22,500 രൂപ. 22 നികുതിയാണ് സാറേ? അതെ, നികുതിയാണ്. അയ്യോ, അത് തെറ്റിപ്പോയിട്ടുണ്ടാവും. ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇത് ടൗൺ പരിസരല്ലേ, തൊട്ടടുത്ത് റോഡുണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോ ഇതിന് നമുക്ക് ഈ കര നിശ്ചയിക്കുന്നതിന് ചില ഘടകങ്ങളൊക്കെ ഞങ്ങൾക്ക് നോക്കാനുണ്ട്. സാറേ, അത് ഞാൻ വസ്തു വാങ്ങിച്ചപ്പോ അവിടെ റോഡ് ഇല്ലായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നിങ്ങൾ അന്ന് വസ്തു വാങ്ങിച്ച വിലക്ക് നിങ്ങൾ ഇപ്പൊ വിൽക്കുവോ? അതില്ല. വിൽക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കും കേട്ടോ. പിന്നെ ഈ പ്ലാനിൽ കാണിച്ചതിനപ്പുറം ഒരു പൂന്തോട്ടം, ഔട്ട് ഹൗസ്, ഇതെല്ലാം വരുന്നില്ലേ? അതൊന്നും പണിതില്ലല്ലോ. അല്ല, പണിയുമല്ലോ. പിന്നെ എല്ലാ റൂമിലും നിങ്ങൾ ഫാൻ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ പിന്നെ ഫാൻ ഫിറ്റ് ചെയ്യൂലേ? ഫാൻ ഫിറ്റ് ചെയ്യണം. വീടിന്റെ മറുഭാഗത്ത് നിങ്ങൾ കാർ പോർച്ച് പണിയുന്നില്ലേ? അത് പണിയും. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ നികുതി നിശ്ചയിക്കുന്നത്. സാറേ, ഞാൻ പണിയാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അതെല്ലാം വാടകക്കാരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ. ഇതിനെല്ലാം കൂടെ കൂട്ടിയിട്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്ക്. എല്ലാവരും അതല്ലേ ചെയ്യുന്നത്, പിന്നെന്താ? പിന്നെ തറയിൽ നിങ്ങൾ എന്തിടാനാണ് ഉദ്ദേശിക്കുന്നത്? അത് ഗ്രാനൈറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ കൂട്ടാൻ വിട്ടുപോയി, അത് ഇതിൽ ചേർത്തില്ല. അപ്പോ 1500 × 16 24,000 രൂപയുടെ വരും.
അത് വരും കേട്ടോ. ഞാൻ ചാണകം മെഴുകിക്കോളാം. അത് നിങ്ങളുടെ ഇഷ്ടം. സാർ ഇങ്ങനെ മിനിറ്റിന് വെച്ച് ഇങ്ങനെ കൂട്ടിയാ ഈ കണക്കിന് എന്റെ വലിയ വീടിന് സാർ എത്ര ടാക്സ് ഇടും? വലിയ വീടിന്റെ ടാക്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ബോധം കിടും. അതിപ്പോ ഏകദേശം ഒരു 2700 സ്ക്വയർ ഫീറ്റ് അല്ല വരില്ലേ? അതുണ്ട്. അതിപ്പോ 2700 × 17 47,900 രൂപ വരും. അയ്യോ. ഈ സ്റ്റെയർ കേസ് പിന്നെ തേക്കാണോ അതോ പ്ലാവാണോ? പിന്നെ മുരിങ്ങാത്തടിയിട്ട് പണിയാൻ പറ്റും? അത് പറ്റില്ല. ഇനി അതിന്റെ കൂടെ എഴുതി. ഇല്ല. ഈ മുറ്റം ഇന്റർലോക്ക് ആയിരിക്കും. മുറ്റം ഇന്റർലോക്ക് ആണോ അല്ലയോ? ആണ്. ആണ് ആണ് ആണ്. ഓ സാറേ, ഈ തുകയൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? നിങ്ങൾ എല്ലാ ആഡംബരങ്ങളും ചെയ്തു വെച്ചിട്ട് പിന്നെ നികുതി പറയുമ്പോൾ അത് കുറയ്ക്കണം എന്ന് പറഞ്ഞാല്? സാറേ, അപ്പൊ 2 വീടിനും കൂടെ 1,00,000 മേളിലാവും അല്ലേ? ആവും. എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ. എങ്ങനെ? എന്തെങ്കിലും കുറയ്ക്കാൻ. എന്താ പറഞ്ഞേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? തനിക്ക് എന്നാ തിരിച്ചു പോണ്ടേ? എനിക്കിനി 4-5 ദിവസം കൂടെ ഉള്ളൂ. 4-5 ദിവസമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ കരടയ്ക്കണം, കറണ്ട് വേണം, ഇത് വാടകയ്ക്ക് കൊടുക്കണം. താനൊരു കാര്യം ചെയ്യും, ഈ 2 വീടിനും കൂടെ അടങ്കൽ ഒരു 30,000 രൂപ ഇങ്ങതാ. എന്ന് വെച്ചാൽ 2 വീടിനും കൂടെ അടങ്കൽ ഒന്നിച്ച് ഒരു 30,000 രൂപ ഇങ്ങത്താ. അപ്പോൾ ഞാൻ ശരിയാക്കി തരാം. അതെ, തന്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തു തരുന്നതാണ്. ഇതേതൊരു മുനിസിപ്പാലിറ്റിക്കാരനും ചെയ്തു തരാൻ അറയ്ക്കുന്ന കാര്യമാണ്. അത് സാറ് ചെയ്യും, ചെയ്തു തരാം. അപ്പൊ താനൊരു കാര്യം ചെയ്യും, നാളെ ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും വാ കേട്ടോ. പിന്നെ പോകാൻ എത്ര ദിവസം ഉണ്ടെന്നാ പറഞ്ഞത്? ഇനി 5 ദിവസം. അതിനു മുമ്പ് ഞാൻ തന്നെ വിട്ടിരിക്കും. അത് മതി. ശരി. ആർക്കും നമ്മളുടെ അങ്ങോട്ട് പുറത്തം കിട്ടിയില്ല അല്ലേ? ഞാൻ കോയ ഇപ്പോഴും പുറത്ത് കിട്ടിയില്ല. ഞാൻ കോയ ആൻഡ് കോയ കമ്പനിയുടെ MD കോയ. അയ്യോ സാർ, നമസ്കാരം. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാ. സാറിന്റെ സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ സാറാണ് അതിന്റെ ഓണർ എന്ന് അറിയില്ലായിരുന്നു. ഇരിക്ക്. ഞാനേ നമ്മുടെ കമ്പനിയിലെ കുറച്ച് ഇലക്ട്രോണിക്സ് ഐറ്റംസുകളൊക്കെ വെച്ചിട്ട് ഒരു 7 ദിവസത്തെ ഒരു വ്യാപാര പ്രദർശന മേള നടത്തുന്നുണ്ട്. അത് നന്നായി. ഞാൻ മുനിസിപ്പൽ ചെയർമാനെയും കമ്മീഷണറെയും കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച്. സാധാരണ ഞങ്ങളെ കണ്ടിട്ടാണ് മേളിലേക്ക് പോവാറ്. സാറേ, അപ്പൊ അതിനുള്ള ഈ ടിക്കറ്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞോ? അതൊക്കെ അടിച്ച് ഇവിടെ ചില പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അല്ല, അത് സാറേ ഈ മുനിസിപ്പാലിറ്റിക്കാർക്ക് അങ്ങനെ മുൻകൂട്ടി അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു പറയാൻ പറ്റില്ല. അതിപ്പോ വരുന്ന ആളുകളുടെ സ്വഭാവവും പിന്നെ അതിന്റെ ഒരു സാഹചര്യവും മുകളിൽ നിന്നുള്ള പിടിയൊക്കെ അതിനെ ആശ്രയിച്ചിരിക്കും. അല്ല, മുകളിൽ നിന്നുള്ള പിടിക്കിപ്പോ നമുക്ക് കുറവൊന്നുമില്ല, ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ പിന്നെ ഈ ബിസിനസ്സുകാരാകുമ്പോ ഒരു അല്ലറ ചില പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതിപ്പോ നമുക്കുണ്ട്. അപ്പൊ നിങ്ങളത് വേണ്ട രീതിയിൽ ചെയ്യണോ? പിന്നെ സാറേ, സാറിന് ഒരു ബിസിനസ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സാറേ, നമ്മളിപ്പോ ഈ മേള എത്ര ദിവസം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? അത് 7 ദിവസം. 7 ദിവസം. അപ്പോ സാർ ഒരു കാര്യം ചെയ്യും, ഒരു 10,000 ടിക്കറ്റ് അടിച്ചിട്ട് അത് സീല് വെച്ച് അതിന്റെ ടാക്സ് അടച്ചിട്ട് പൊക്കും. എന്താ ഈ പറഞ്ഞ 10,000 ടിക്കറ്റ് അടിച്ചിട്ട് എന്താണ് കാര്യം? 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ കയറുന്ന സ്ഥലമാണ് അവിടെ. അതല്ലേ പറയുന്നത്. അതായത് ഈ 10,000 ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര ആളെ വേണമെങ്കിലും കയറ്റാം. എങ്ങനെ? ഡോറിൽ നമ്മുടെ ആളുകളെ നിർത്തിയാൽ മതി. ടിക്കറ്റുമായിട്ട് ആളുകൾ വരുമ്പോ ഈ ടിക്കറ്റ് ചീന്താതെ കീറി കൊടുക്കാതെ ആ ടിക്കറ്റ് ഇങ്ങ് വാങ്ങിക്കുക. അത് ചുളിയാതെ മടങ്ങാതെ വീണ്ടും പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കാലോ. കൗണ്ടറിൽ തന്നെ കൊടുക്കാം.
അത് തരക്കണില്ല. അത് ശരി. അപ്പൊ ഇവിടെ ഇയാള് കയറിനോടത്ത് ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് വീണ്ടും അതേമാതിരി തന്നെ വീണ്ടും അപ്പൊ ഈ 10,000 ടിക്കറ്റ് ഉണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരനെ അതുകൊണ്ട് തന്നെ കയറ്റാ. എത്ര ആളെ വേണമെങ്കിലും കയറ്റാം. ഓ അത് തരക്കണില്ല. സാറിന് ഈ 10,000 ടിക്കറ്റിന്റെ ടാക്സേ വരുള്ളൂ. ഇതല്ലേ നമ്മൾ ഇവിടെ അടച്ചിട്ടുള്ളൂ. പിന്നെ ചോദിക്കാനും അന്വേഷിക്കാനും ആരും വരുന്നു പേടിക്കും വേണ്ട. വരേണ്ടവര് ഞങ്ങളാണല്ലോ. ഞങ്ങളെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. സത്യത്തില് നിങ്ങൾ ഇവിടെ ഒന്നും ജോലി ചെയ്യേണ്ട ആൾക്കാരേ അല്ല. അയ്യോ അതെന്താണ് സാർ? നിങ്ങൾ ഈ മറ്റേ ഈ റോക്കറ്റ് വിടുന്ന ആഫീസ് ഉണ്ടല്ലോ, അതെ, അവിടെ ജോലി ചെയ്യണ്ടോ ഞങ്ങളൊക്കെ. ഭയങ്കര ബുദ്ധി തന്നെയാണ്. പിന്നെ പരസ്യത്തിന്റെ കാര്യം, കറണ്ടിന്റെ കാര്യം, ഓരോ വിഭാഗത്തിന്റെ കൺസെന്റിന്റെ കാര്യം സാർ അറിയണ്ട. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ഞങ്ങൾക്കൊക്കെ വേണ്ട പോലെ ഒന്ന് കണ്ടാ മതി. അല്ല അതിപ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ? സാർ ആ പോസ്റ്റർ കണ്ടോ? ഏതാ പിന്നിലുള്ള പോസ്റ്റർ? കണ്ട് എനിക്ക് ആ വലിപ്പത്തിലുള്ള ഒരു LED TV കിട്ടിയാൽ നല്ലതായിരുന്നു. ടിവി ഈ വലിപ്പത്തിലല്ലേ? ഇല്ലേ? എനിക്കൊരു വാക്കൻ ക്ലീനർ മതി. വാക്വം ക്ലീനർ TV. സാറേ എനിക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വേണം. അത് മതി. വാഷിംഗ് മെഷീൻ ഓട്ടോറിക്സ് അല്ല ഓട്ടോമാറ്റിക് എല്ലാം തന്നെ ചെയ്യും. തനിയെ ചെയ്യണത് അല്ലേ? അതുണ്ടാവുമല്ലോ. അതൊക്കെ അലക്കലും കുടിക്കലൊന്നും ഇല്ല വീട്ടിലില്ലേ? പിന്നെ എന്താ വെച്ചാല് നമുക്കിപ്പോ ഈ മേള പൊളിഞ്ഞാലോ? മേള പൊളിയില്ലല്ലോ. പൊളിയൂലേ? അതെ സാറേ, ഇപ്പോ ഈ അടിച്ച ടിക്കറ്റ് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ആ എന്നാ അതൊന്ന് ഒരു കുറ്റി ഇങ്ങെടുക്കും. അതെ, ബാക്കി ടിക്കറ്റുകൾ കൊടുത്തയച്ചാൽ മതി, ഞങ്ങളിവിടെ സീൽ ചെയ്ത് വെക്കാം. ആയിക്കോട്ടെ. മറ്റേ സീൽ എടുത്തോളൂ. അപ്പോ സൂരൻ സാറേ സീൽ വെക്കല്ലേ? സീൽ വെക്കല്ലേ? കോയ സാറേ ഒന്ന് എണീക്കൂ. ഞാനോ? കൊടുക്കല്ലേ? ഐശ്വര്യായിട്ട് ആ കയ്യൊന്നിട്ട് നീട്ടുക. അല്ല അതിപ്പോ ഞാൻ എന്റെ കമ്പനിയിലെ സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ നടത്തുന്ന എക്സിബിഷന്റെ ടിക്കറ്റ് എന്തിനാണ് ഞാൻ എടുക്കണത്? ഇതൊരു ചടങ്ങല്ലേ? ഇതൊരു ചടങ്ങാണ്. അപ്പൊ കാര്യം ചെയ്യാം സാറ്, ഒരു 1000 ഉറുപ്പിക കൊണ്ട് തരൂ. ഇത് 200 രൂപയുടെ ടിക്കറ്റ് 2 ഉള്ളൂ. അതെ, ഇതിൽ 2 ഉള്ളൂ. അവിടെ വെച്ചോളൂ, താഴെ വെച്ചോളൂ. ഇവിടെ അല്ലേ? ആരോഗ്യ വിഭാഗം. അതെ, കൈ 2 കൈ കൊണ്ട് വേണം. 2 കൈ. ആയിക്കോട്ടെ. അപ്പൊ സംഗതികളൊക്കെ നന്നാവട്ടെ. അപ്പൊ അങ്ങനെ ആവട്ടെ. എക്സിബിഷൻ തുടങ്ങിയിട്ട് ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരാം. അതെ, വരണം. നിങ്ങളെല്ലാവരും നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ടിക്കറ്റ് ഞാൻ തരുന്നുണ്ട്. ഈ ഇത് നമുക്ക് സീൽ വെച്ച് ഇവിടെ വെച്ചാൽ മതിയല്ലോ. അതെ അല്ലേ? ഇതിലിപ്പോ ഒരു 500 ഉറുപ്പിക എടുത്താലോ? അതെന്തിനാ? വേണ്ട അല്ലേ? സാർ നമ്പര് തരാം. തന്റെ ഒരു പതി എവിടെ വെച്ചാലും കാണില്ലല്ലോ. ഒക്കെ ഒരു തലതിരിഞ്ഞ ഏർപ്പാടാ. താനൊരു കാര്യം ചെയ്യും, താൻ ഈ നമ്പർ കൊണ്ടുപോയിട്ട് കറണ്ട് ശരിയാക്കി പോ. താങ്ക് യു സാർ. ഇത് ഏത് വീടിന്റെയാണ് സാറ്? അത് 2 വീടിന്റെ. അയ്യോ, 2 വീടിനും ഒരേ നമ്പരോ? എടോ, ഇയാള് പോയിട്ട് ആ വലിയ വീടിന്റെ കറണ്ട് ശരിയാക്കുക ആദ്യം. അത് കഴിഞ്ഞ് താൻ പോയി വൈഫിനടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്ന് ശരിയാക്കാം. സാറേ, അത് ഭാവിയിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ? ഭാവിയിൽ എന്ത് പ്രശ്നം? താൻ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ 5 കൊല്ലം കഴിയും. അപ്പോഴേക്കും ഞാനിവിടെ റിട്ടയർ ആവും. സാറേ, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്തിന്? ഇതിപ്പോ ആരെങ്കിലും അന്വേഷിക്കാൻ വന്ന എന്ത് ചെയ്യും? ഈടോ, ആരെങ്കിലും അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ താനൊരു കംപ്ലൈന്റ് അങ്ങ് നീട്ടി വലിച്ചെഴുത്. എന്തോന്ന്? ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയിട്ടുള്ള ഒരു കൈപ്പഴയാണെന്നും പറഞ്ഞ്. അല്ലാതെ അന്വേഷിക്കാൻ വരുന്ന ആളുകൾ തന്റെ വീട് ഇടിച്ചു പൊളിച്ച് കളയോ അല്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യൊന്നും ചെയ്യില്ല. പിന്നെന്താ, അതല്ലേ ഈ പറയുന്നത്? അത് മതി. ശരി. കോയ സാറേ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? എക്സിബിഷനൊക്കെ നന്നായിട്ട് നടക്കുന്നല്ലേ? നന്നായിട്ട് നടക്കുന്നു. ഇരിക്കും. ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ വന്നിരുന്നു.
ആ ഞാൻ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. എല്ലാവരും വന്ന് ടി വി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വർക്ക് ചെയ്യൂ, വെറുതെ ഇട്ടാ പോലല്ലേ. മേളക്ക് നല്ല തിരക്കാന്നാണ്. നല്ല തിരക്കാ. കാരണം ഈ മുനിസിപ്പൽ ചെയർമാൻ ആണല്ലോ ഉദ്ഘാടനം. എന്തായിരുന്നു പ്രസംഗം കേട്ടോ സാർ? പ്രസംഗം കേട്ടോ? പ്രസംഗം നല്ല പ്രസംഗം മാത്രല്ല, മൂപ്പര കൊണ്ടുപോയത് നല്ല സാധനമായിരുന്നു. AC ആ ഉദ്ഘാടനം തന്നെ ഗംഭീരമായ. കാരണം പിന്നെ നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരുടെ ഒഴുക്കായിരുന്നു അങ്ങോട്ട്. അപ്പൊ നല്ലതല്ലേ, സാധനങ്ങൾ കൊറേ വിറ്റുപോയി കാണുമല്ലോ. വിറ്റ് പോവല്ലേ, അടുത്തു പോവാ. സാധനങ്ങളൊക്കെ അവരെന്നെ വന്നോര് എന്റെ ചെങ്ങായോളം നിങ്ങൾ എന്ത് വർത്താനം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞൊരു 10,000 ടിക്കറ്റ് അങ്ങനെ അടിച്ചാൽ 1.5 ലക്ഷം ആൾക്കാർ അങ്ങോട്ട് വന്നിട്ട് തിക്കും തിരക്കുണ്ടാക്കി സാധനങ്ങൾ വിൽക്കും പറഞ്ഞിട്ട് ഇത് എവിടുന്നാണ് ഈ നാട്ടിൽ ഇത്ര മാത്രം ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് ഇത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പല ആൾക്കാർക്കും ഞാനും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊടുക്കാന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെയാണ്. ഇപ്പൊ നിങ്ങളും കൊണ്ടുപോയില്ലേ കുറെ സാധനങ്ങൾ? അവിടുത്തെ എമർജൻസി പോലത്തെ സാധനങ്ങൾ വരെ എടുത്തോണ്ട് പോകാൻ ആൾക്കാരുടെ അടുത്ത് ഏതൊക്കെ വിധത്തിലുള്ള ഉദ്യോഗസ്ഥർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇതിൽ ഈ പണയം വെക്കണ വിഭാഗത്തിൽ ഗവൺമെന്റിന് അങ്ങനത്തെ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടോ? ഇല്ല. അപ്പൊ അതാരാണ്? അത് ഒരാൾ, അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഇതും പോരാനിട്ട് ഫയർഫോഴ്സിലെ ആൾക്കാർ എന്താണ് അവരെന്താണ് വന്ന് ചോദിച്ചാൽ അവര് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അല്ല അവര് വരും. കാരണം ഇത്ര മേള നടക്കുമ്പോ അവിടെ വല്ല അപകട സാധ്യത ഉണ്ടെങ്കിൽ നോക്കാൻ ആ വകുപ്പിന് അധികാരമുണ്ട്. ഇത് എന്ത് മേളാന്നാ പറയുന്നത്? മേള നല്ലത് പറയണ്ടേ. ഒരു കാര്യം ചോദിക്കട്ടെ, സംഗതി ഞാൻ ഒരു മുതലാളി തന്നെയാണ്. ഞാൻ മുതലാളി, കോയ മുതലാളി എന്നൊക്കെ പറഞ്ഞ ഞാൻ ശരി തന്നെയാണ്. പക്ഷെ ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ മേള എന്ന് പറഞ്ഞ സംഗതി നടത്തിയത്. ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ 10,000 ടിക്കറ്റ് നിങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥർക്ക് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം എല്ലാം അവിടെ ഒരുക്കിയത്. അവിടെ ആൾക്കാർ വന്ന് കാണണം, അത് ഇന്റെ സാധനങ്ങൾ വിൽപ്പന നടത്തണം, പിന്നെ അതിനെ കുറിച്ചിട്ടൊരു പഠനം നടക്കട്ടെ ഉള്ളൊരു നല്ല മനസ്സോടുകൂടെ. അത് കഴിഞ്ഞ എന്റെ മകളുടെ കല്യാണത്ത് ഭംഗിയായിട്ട് നടത്താന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ കേരളത്തിലുള്ള സകലമായ ഉദ്യോഗസ്ഥരും വന്ന് കയറിയ അവിടെ. പിന്നെ അവസാനം 2ാമത്തെ ദിവസമൊക്കെ ഞാൻ സാധനങ്ങൾ ഇറക്കിയത് എന്റെ മോൾക്ക് കല്യാണം കഴിക്കാതെ സങ്കടം പറഞ്ഞേ. എന്റെ മോളുടെ കല്യാണം കഴിക്കാനുള്ള കാര്യം കൂടി എടുത്തു വെച്ചിട്ട് അതും കൂടിയാണ് എടുത്തുകൊണ്ടായിട്ട് അന്ന് ഇവിടുന്ന് സാധനങ്ങൾ ഞാൻ പൊളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ആ 12 കൂടി പൊളിച്ചു കൊണ്ടായിരുന്നു ഈ ഹംക്കികൾ. അറിയോ? അല്ല സാറേ, ഈ കോയ കമ്പനിയുടെ മുതലാളി തന്നെയാണ് ഈ പറയണത്. കയ്യിലെ കായൊക്കെ പോയ പിന്നെ എന്ത് കോയാണോ? ശരിയാ.